ജോലിക്ക് പോയിരിക്കുക. ജോലിക്ക് പോയി ഇത് വ്യാഴാഴ്ച ജനിച്ച സാധാരണ ഓർമ്മ. അതെ, ജോലിക്ക് പോയിരിക്കുക. ഞാൻ പറയാറ് മൺഡേ ഇല്ലേ, ട്യൂസ്ഡേ ഇല്ലേ, വെനസ്ഡേ ഇല്ലേ, പാർട്ടാണ് ജോലിയാണ്. 3 ദിവസം വ്യാഴാഴ്ച ഇന്നിവിടെ വെള്ളിയാഴ്ച റീഹാബി ജോലിയാണ്. അപ്പൊ 5 ദിവസമായി. അപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച ക്ലിയറിനായിട്ട് അവൾ ഈ അടുത്ത റെസിപ്പി ജോലി ചെയ്യുന്നുണ്ട്. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ 4 ദിവസം കഴിയില്ലേ. അപ്പൊ സൺഡേ പള്ളി വരുന്നില്ലല്ലോ. പള്ളി ആളുകൾ ഈ അച്ഛൻ്റെ ഒരു കാര്യം അത് വന്നിട്ട് അച്ഛൻ്റെ പരിപാടിയുള്ള 5-7 ദിവസം ജോലി എന്നിട്ട് പറഞ്ഞ് ഓവർ ടൈമിൽ വിടുന്നില്ല. എന്റെ മോനെ ആ കാര്യത്തില് ഒന്നിച്ച ഞാൻ എല്ലാവരും കണ്ടി വ്യത്യാസമാണ്. ഞാൻ ചില ആണുങ്ങൾ വിട്ട് പെണ്ണുങ്ങളെ 7 ദിവസം ജോലിക്ക് വിടുന്ന പ്രശ്നമില്ല. എനിക്ക് ആ ആണുങ്ങളെ കാണുന്ന അതിശയം 7 ദിവസം ജോലി അത് സേവനമല്ലേ. സേവനം അച്ഛൻ്റെ പരിപാടിയുള്ള സഹായിക്കുന്ന സേവനമല്ലേ. അത് സേവനമല്ല മോനെ. 4 ദിവസം ജോലി 3 ദിവസം സേവനം കാശ് എന്ത് വെച്ചു ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം നമ്മൾ പറയുന്നത് ബീസിനാക്കിനി നമുക്ക് 10 കാശ് കളയുമല്ലോ. ഞാൻ ഷാമിലെടുത്ത് പോയി അതെല്ലാം തിരിച്ചു വരാം. കമ്മിറ്റിയുടെ വിഷയം അറിയരുത് ഒന്നും അറിയാൻ പോകുന്നില്ലേ. ഞാനിത് വാസ്തവമായിട്ട് ചുമ്മായിട്ടാണ് കർത്താവിനെ ജീവിക്കാന്ന്. പക്ഷേ കർത്ത ഇപ്പൊ തൽക്കാലം ഇരുന്നു. ഞാനേ യോബിന്റെ പുസ്തകം വായിക്കാൻ പോകും. പരീക്ഷണം ആകെ പ്രശ്നമാണ്. യോബിന്റെ പുസ്തകമാണല്ലോ, അത് എന്നോട് തന്നെ സംസാരിക്കുന്ന പുസ്തകമാണ്. ദേശത്ത് എന്നു പറ പുസ്തകം വായിക്കുന്നില്ല, എഴുതുന്നില്ല. എഴുന്നേറ്റ് നടുവല്ല. ആരാണ്? ഹലോ. ഹലോ അങ്കിളെ, ഇത് ഷീലയാണ്. ഷീലമാണ്. അങ്കിളെ ആന്റി അവിടെ ഉണ്ടോ? ഉണ്ട്. മോളെ എന്താ മോളെ കേട്ടില്ല പറയാ. ആന്റി അവിടെ ഉണ്ടോ? ആന്റിയോ? മോളെ ആന്റി ഇവിടെ ഇല്ല മോളെ. അയ്യോ, എന്നെ ഒരു വിഷയം ഭയങ്കരമായിട്ട് വിഷമപ്പെടുത്തി. ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വിളിച്ചതാ. നിനക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ നിനക്ക് പറയാനില്ലെങ്കിൽ അതിനോട് പറയാൻ മോളെ. സൂക്ഷിക്കാം. എന്താ വിഷയമോ? അതെ, ആരോടും പറയല്ലേ, ആരോടും പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ എന്നോട് മാത്രം പറഞ്ഞത് സുഷമ. പക്ഷെ അങ്കിളിനോട് അങ്ങനെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. എന്നാ കേട്ട്, അതെ, നമ്മുടെ ഗോമസ് രാജിന്റെ മകൻ ഡിവോഴ്സ് ആയിട്ട് കേട്ടത് ശരിയാണ്. ആ പെണ്ണ് നാട്ടിൽ എന്നിട്ട് ഈ പയ്യൻ അത് കണ്ടുപിടിച്ചെന്നാണ് സുഷമ കൊച്ചമ്മ പറയുന്നത്. അതെ, അവൻ തീർന്നിട്ടില്ല. അവൻ ഇംഗ്ലീഷ് ചർച്ചിൽ പോയ പിന്നെ ഒരു ഗംഭീരമായിട്ടാ താമസം എന്ന് ഓർക്കുന്നില്ലേ. നമ്മളൊന്ന് അവരുടെ വീട്ടിൽ ചെന്നതിനെ ഗോമസാസിന്റെ ഭാര്യയുടെ ഗമ എന്തൊക്കെയായിരുന്നു അന്ന്. ഫോട്ടോ ആൽബത്തോടും എന്ത് ഗമയായിരുന്നു. ഭയങ്കര ചാർജായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, അനുഭവിക്കൂ. ഓർക്കുന്നില്ലേ, നമ്മൾ വാർത്തയിൽ തൊട്ടുടനെ $3000 മുടക്കിയതാ, ഫിംഗർ പ്രിന്റ്സ് വരല്ലേ, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്. അതൊന്നുകൂടെ പറഞ്ഞോളെ. അവര് $3000 ആൽബം പറഞ്ഞുകൊണ്ട് നമ്മളെ തൊടിപ്പിച്ചില്ല. അതെ, അവർ അമ്മയെ അവരോട് പുഴുകിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മോളെ, ആ ന്യൂയോർക്കിലെ പാസൊക്കെ മോളെ. ആ പാസ്റ്റോ അതും ഒരു കറമ്പിയുമായിട്ട് ജമൈക്കയിൽ ഓടി പോയി. അത്രേ ഉള്ളൂ ഇപ്പൊ ന്യൂസിൽ. ഒരു കാര്യം മോളെ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ. ഗോമസ് പാസ്റ്റർ പോലെ ന്യൂയോർക്കിൽ ഒടുത്തുള്ള പാസ്റ്റർ അയ്യോ വിശദമായിട്ട് അന്വേഷിച്ചേ മോളെ. വൈകുന്നേരം പെണ്ണും വരും എന്നെ വിളിക്കണം കേട്ടോ മോളെ. തീർച്ചയായും. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ.
കർത്താവ് പറയാണ് 2 വിഷയമാണ് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. ഒന്ന് തോമസ് പാസ്റ്റർ മോന്റെ വിഷയം, ഒടുവിൽ പാസ്റ്റർ വിഷയം. പ്രാർത്ഥിക്കാൻ വിഷയമായി എന്നെ ശ്രദ്ധിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം അവർക്ക് മാത്രമാണ്. കർത്താവേ, ഈ 2 വർഷം വേണ്ടി യോബിന്റെ പുസ്തകം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. ഫോണടിക്കുന്നല്ലോ. ആരായി അതാ കുഞ്ഞുമോന്റെ കാറാണല്ലോ. ജോർജിന്റെ വീട്ടിൽ പോവാന്നോ അതെങ്ങോട്ട് വരുവാന്നോ? വരാം. അപ്പോഴത്തേക്ക് ഞാൻ അവൻ വരുമ്പോഴത്തേക്ക് മത്തായിയുടെ സുവിശേഷം വായിച്ച് തീർത്തേക്കാം. അപ്പോൾ യോബായി മത്തായിയുടെ സുവിശേഷം ഭയങ്കര പോരാട്ടം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരും. വന്നു. മത്തായിയുടെ സുവിശേഷം വഴിക്കാം. ഇവിടെ ആടെ മേടിക്കാൻ പോവാ വീട്ടിലായി മോനെ ഞാൻ എനിക്ക് വേറെ കമ്മിറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നീ എന്റെ കാറ് അവിടെ വെളിക്കിടപ്പുണ്ട് ഗരേജിൽ. നീ ആ കാറിന് ട്രങ്കൊക്കെ വൃത്തിയാക്കി ഐസസ് ഒക്കെ ഇട്ട് വൃത്തിയാക്കേ. എന്നിട്ട് നിന്റെ കാറിന്റെ അപ്പുറത്തെ എന്റെ കാർ, നിന്റെ കാറിൽ തന്നെ വിടണം. ഐസസ് കേട്ടോ, നിന്റെ കാർ ട്രങ്ക് വൃത്തിയാക്കിട്ട് പോകണം കേട്ടോ. ഞാൻ 5 മിനിറ്റ് റെഡി ആയിട്ട് വന്നേക്കാം കേട്ടോ. എന്തൊക്കെ ഞാൻ അല്ല ഞാൻ അപ്പോൾ അവന്റെ കഥ എനിക്ക് പോവുകയും ചെയ്യാം. ഞാൻ അവരുടെ കൂടെ പോയില്ലുണ്ടല്ലോ, ശരിയാവുന്നില്ല. പോയാലെ എന്നോ 2 എനിക്ക് റിപ്സ് കിട്ടും. അവന്റെ കാലം പോയിരിക്കും. എന്റെ കാലല്ലോ അതെ കാലല്ലോ ഞാൻ ഞാൻ തുടരാൻ പോവുകയാണ്. ഞാൻ ഓക്കെ പരുന്ന് പോയോ എന്നെ ചെയ്യുന്നേ പോയില്ല. അപ്പൊ ഞാൻ മത്തായിയുടെ സുവിശേഷം കഴിഞ്ഞിട്ട് അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരികയാണ്. വന്നിട്ട് വായിക്കാം. കർത്താവേ, ഇതെന്താ പറഞ്ഞത്? കർത്താവിടെ ഞാൻ ഇതൊന്ന് വായിച്ചു ഒരുപാട് പുസ്തകമായി. ഇതാ ഞാൻ വേഗം വരുന്നത്. ആമേൻ. ഞാൻ ബൈബിൾ വായിച്ചു തീർത്തു. ഞാൻ ഒരു 2 മണിക്കൂറുണ്ടാകും ആട് വാങ്ങിച്ച് തിരിച്ചു വരാം. അതുവരെ കർത്താവ് കൊടുക്കണം. കർത്താവിന്റെ പുറകെ എഴുതുന്നത് എന്നെ വെറുതെ മേശത്താകും. കർത്താവിനെ അനുമതിയാക്കും. അവിടെ നിന്നു കർത്താവ് ഇതൊക്കെ പരിപാടി കർത്താവിന് ഞാൻ പറഞ്ഞു എന്റെ ബാഗ് എന്റെ ബാഗ് കർത്താവ് ഞാൻ കർത്താവ് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ നാം ഓരോരുത്തരും ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം കാര്യസാധ്യതയ്ക്കും സാമ്പത്തിക സ്ഥാനലബ്ധിക്കുമായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കെട്ടിക്കളഞ്ഞ് കർത്താവിനെ നമ്മുടെ വരുതിക്കുള്ളിൽ ആണിയടിച്ച് ഒതുക്കി നിർത്തുവാനുള്ള ശ്രമം നാമും തുടരുകയല്ലേ? ദൈവഭക്തിക്കും പ്രതിഷ്ഠയ്ക്കും ധ്യാനത്തിനും എവിടെയാണ് ഇപ്പോൾ സമയം? ഭൗതികതയ്ക്ക് വേണ്ടി നാം നിരർത്ഥകമായി ഓടി വലയുന്നു. കർത്താവ് നമ്മിൽ നിന്നും അകലുകയാണ്. ദൈവശബ്ദം ശ്രവിക്കുവാനാകാതെ നാം ബന്ധിതരായി പോകുന്നു.
നമ്മിൽ നിന്നും നഷ്ടമായ ആ ദൈവസ്നേഹം നമ്മിൽ